ഹലോ, അജിത്താണ്. അജിത്ത് ഡെയിലി വേബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷവർമയാണ്. ഒരു സിമ്പിൾ ഷവർമ, ചെറിയ ഷവർമ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പുഴുങ്ങിയ ചിക്കൻ, പിന്നെ മയണൈസിന് വേണ്ടിയുള്ള 2 പുഴുങ്ങിയ മുട്ട, അതിനാ ചേർക്കാനുള്ള വെളുത്തുള്ളി, പിന്നെ വെജീസിനുള്ള കുറച്ച് ക്യാരറ്റ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി, ഒരു ലേശം ഗരം മസാല, പിന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ, പിന്നെ ഉപ്പ്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണേ, ഇതിലേക്ക് ഒരു ശകലം കുരുമുളക് പൊടി. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കുന്നത്. കാരണം നമ്മളെപ്പോഴേലൊക്കെ ചിക്കൻ മേടിക്കുമ്പോഴേ കുറച്ച് ചിക്കൻ്റെ എല്ലാത്ത ഭാഗം എടുത്ത് ഫ്രീസറിലും കിട്ടേക്കണം. ചപ്പാത്തി എല്ലാം വീട്ടിലും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി ഇപ്പം നമുക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും. അപ്പം വൈകുന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് വൈകുന്നേരം ഒരു വീട്ടിൽ തന്നെ മയണൈസും ഉണ്ടാക്കാം. പിള്ളേരൊക്കെ മയണൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കി പെരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയുമാണ്, അവർക്ക് കഴിക്കുകയും ചെയ്യും. അതിനകത്ത് നമ്മൾ ഈ വെജൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക്, വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ചിക്കനൊക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളിരുന്ന് കഴിച്ചോളും. എൻ്റെ മോന് ഞാൻ കഴിഞ്ഞ വർഷം ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് നാട്ടിൽ പോയ സമയത്ത്. ഇതുവരെ ഉണ്ടാക്കി കൊടുത്തില്ല. ഈ വീഡിയോ അവൻ കാണുമ്പം അവൻ ചോദിക്കും എൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ ഈ വർഷം ലീവിന് പോകത്തില്ല, അടുത്ത വർഷം ലീവിന് പോകുമ്പോൾ അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഒരു വഴക്ക് വേറെ ഉണ്ട്. കഴിഞ്ഞ വർഷം സമയം കിട്ടിയില്ല ഒന്നിനും, ലീവിന് പോയപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഇതിനകത്തേക്ക് നമുക്കൊരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പ് ഇതിനകത്തിട്ട് പുഴുങ്ങിയതാണ്. ഇതിനകത്ത് ചിക്കനകത്ത് ശകലം ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് മേടിക്കുമ്പോഴേ നമ്മൾ നല്ല ചില്ലി സോസ് മേടിക്കണം. കാരണം ചില ചില്ലി സോസിനകത്ത് ഭയങ്കരമായ വിനെഗറിന്റെ പുളിപ്പുണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ചിക്കനകത്ത് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ചേക്കാം, ഒന്ന് ലേശം ഒന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കിടന്ന് നമ്മുടെ ക്യാരറ്റും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല മുരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പണി പാതിയും മുക്കാലും കഴിഞ്ഞു. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ സൈഡിലോട്ടിരിക്കട്ടെ. നമുക്ക് മിക്സി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് നമുക്ക് മുട്ട, പുഴുങ്ങിയ മുട്ടയാണ്, പുഴുങ്ങിയ മുട്ട ഇടാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചിട്ട് ആ മുട്ട ഇടാം. മയണൈസ് എങ്ങനെ വേണം നമുക്ക് ഉണ്ടാക്കാം. ഈ പച്ച മുട്ട ഉണ്ടാക്കുന്നതിനൊക്കെ നല്ലതാ. ഇതാകുമ്പം വലിയ പ്രശ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി തോനെ ഇടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു ശകലം എരിവിനുള്ള കുരുമുളക്, പിന്നെ ഓയിൽ, ഓയിൽ എത്ര ഒഴിച്ചു കൊടുക്കുക അത്രമാത്രം യൂസ് ആവും. ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു, മറന്നുപോയി. എന്നാൽ മുട്ട പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടായിരുന്നു. ഇങ്ങനെ ഈ മയണൈസിന്റെ ടേസ്റ്റ് ഒന്നില്ലേ നോക്ക്. ഉപ്പ് വേണം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി കറക്റ്റ് അല്ലേ? അത് ശരിയാവും. മയണൈസ് ഓക്കെ അല്ലേ? സൂപ്പർ അല്ലേ? ഇപ്പൊ നമ്മളെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ പുഴുങ്ങിയ മുട്ടയ്ക്കകത്ത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നമ്മുടെ നാട്ടിൽ ഈ പച്ച മുട്ടയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് പുഴുങ്ങിയ മുട്ടയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ആ വെള്ളത്തിന്റെ കോസ്റ്റ്, ഗ്യാസിൻ്റെത്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് അവരിപ്പോൾ ലാഭം നോക്കും ഹോട്ടലുകാർ. എല്ലാവരും എല്ലാം ചെയ്യുന്നവരുണ്ട്, ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്, എല്ലാവരെയും ഒന്നും പറയുന്നില്ല. ഇതാകുമ്പം ഇച്ചിരി നേരെ ഇരുന്നാലും ചീത്തയാവത്തില്ല ഈ സാധനം. നമ്മൾ പുഴുങ്ങിയ മുട്ടയ്ക്കകത്താണ് ചെയ്യുന്നത്. ഇനി നമുക്ക്
നമ്മുടെ ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചിക്കൻ ഓൾറെഡി ഇതായിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലേ, ആ ക്യാരറ്റും ചിക്കനും റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഈ ചോപ്പറിനകത്തിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ ഒരുവിൻ്റെ കായ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. നമുക്ക് ചോപ്പറിനകത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ചിക്കനോട് നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഫില്ലിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചപ്പാത്തി വെക്കാം. ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മുട്ട, അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കാം. പേസ്റ്റ് അല്ല, പച്ചപ്പ്. അതിലേക്ക് നമ്മൾ കുറച്ച് മയണൈസ്, കുറച്ച് സോസ് ചില്ലി, കുറച്ച് ഫില്ലിങ്. ഇതിനകത്ത് നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും കയറ്റാം. ആ ക്യാബേജ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് പച്ച ക്യാബേജ് ഇടരുത്. ആ ക്യാബേജ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇത് കണക്ക് ഈ ചിക്കൻ്റെ കൂടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ നമുക്കിത് റാപ്പ് ചെയ്യാം. ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇനി നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഷവർമ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.